ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ഏത് ആചാര അനുഷ്ഠാനങ്ങളെ പിന്തുടർന്നാലും അത് മറ്റുള്ള ഒരാളെ ബുദ്ധിമുട്ടിക്കാത്തടത്തോളം കാലം അത് പിന്തുടരുന്നതിനും അതിൽ നിങ്ങൾ സമാധാനം കണ്ടെത്തുന്നതിന് യാതൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാത്തവർക്ക് അത് വേണ്ട എന്ന് വയ്ക്കാം. ഇനി രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദുബായിലേക്ക് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളും ബിസിനസ്സൊക്കെ തകർന്നതിൻ്റെ ഭാഗമായിട്ട് ജോലി തേടി പോവുകയും ആ പോയതൊരു നോമ്പ് കാലമായിരുന്നു. ആ നോമ്പ് കാലത്ത് എന്നെ ആ നാട് സംരക്ഷിച്ചത്, അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത്, അത് കഴിഞ്ഞിട്ട് എനിക്ക് ആ നാട്ടിൽ നിന്ന് തിരിച്ചേക്ക് വരേണ്ട ഒരു സാഹചര്യം, അതിൽ നിന്ന് അവിടെ നിന്ന് തന്നെ ഒരുപാട് നല്ല മനുഷ്യരായിട്ടുള്ള ആൾക്കാർ കൂടെ നിന്നത്, ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ. അതൊന്ന്. അതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്വന്തം നാട്ടിൽ ആ ഒരു ജംഗ്ഷനിൽ അവിടെ ഒരു പലചരക്ക് കട നടത്തുന്ന അതിൻ്റെ ഓണറിൻ്റെ പേര് NA സാഹിബ് എന്ന് പറയുന്ന N അഹമ്മദ് ഖാൻ. അദ്ദേഹം എനിക്ക് മറക്കത്തില്ല. അദ്ദേഹം ഇന്ന് യശസ്വരനാണ്, ജീവിച്ചിരിപ്പില്ല. ആ കടയിൽ കുറേ വർഷം ഞാൻ ജോലി ചെയ്തു. പലചരക്ക് കടയായിരുന്നു. ചുവടെടുപ്പും സാധനങ്ങൾ പൊതിഞ്ഞു കൊടുപ്പും ഒക്കെയാണ്. സിറാജുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഇന്ന് ആ കട നടത്തുന്നത്. സിറാജാക്കി ഞാൻ ഒരുമിച്ച് തന്നെയാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ സമയങ്ങളിലെല്ലാം ഈ നോമ്പ് കാലമാകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം പള്ളി നിന്ന് നോമ്പ് കഞ്ഞി കൊണ്ടുവരും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നോമ്പ് കാലത്തിൻ്റെ ആ സമയങ്ങളിലെല്ലാം പത്തിരി, ഇറച്ചി, മറ്റുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നത് കൊതിയോടുകൂടി കഴിച്ച കാര്യം എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പല ആൾക്കാരും നമ്മൾ മതവും ജാതിയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് പോലും ഈ എന്താ പറയുക, ഈ നമ്മുടെ റംസാൻ കരീമും ഒക്കെ വരുന്ന സമയങ്ങളിലൊക്കെ നോമ്പ് പിടിക്കുന്നത്, ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാളൊക്കെ നോമ്പ് പിടിക്കുന്ന ശീലം ഉണ്ടാവും. ഇതിന് ശാസ്ത്രീയമായിട്ടാണെങ്കിലും ഈ നോമ്പ് പിടിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയുടെ ഫാറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറയുന്ന ഒരുപാട് നല്ല കാര്യമാണ്. അത് മലബാർ മേഖലയിൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരും ഏതാണ്ട് ചെയ്തു പോകുന്ന കാര്യമാണ്. എന്നാൽ തെക്കോട്ട് വരുന്ന സമയത്ത് നമ്മുടെ അധികം ആൾക്കാർ അങ്ങനെയൊന്നുമില്ല. എന്നാലും കുറേ അധികം ആൾക്കാരും അങ്ങനെ ഇത് പിടിക്കാറുണ്ട്. കുറേ അധികം ആൾക്കാരും മതം ജാതി അങ്ങനെ നോക്കാതെ. നമ്മളെ ഈ നാടിൻ്റെ പ്രത്യേകത അതല്ലേ. കാരണം നമ്മൾ ജാതി മതവും ഇതൊന്നും വെച്ചിട്ടൊന്നും അല്ല, നമ്മളെല്ലാവരും മനുഷ്യരെന്ന് കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച്. എന്നാലും ചില ആൾക്കാരെങ്കിലും തീവ്രമായ ചിന്താഗതി ഉള്ളവരും മറ്റവരെ വേലി കെട്ടി അടച്ച് അവൻ ഈ മതം ഇവൻ ഈ മതം എന്ന് കാണുക. പക്ഷെ ഒരു മതങ്ങളും അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഓർക്കണം. ഇതെല്ലാം സംസാരിച്ചു വന്ന് ഞാൻ എന്തിനാണ് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്തൊരു പ്രഹസനമാണ് സജി, എന്തൊരു പ്രഹസനമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുമോ? ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യും. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തൊരു പ്രഹസനമാണ് സജി എന്ന് തോന്നുമോ? അതോ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് ഈ ഒരു കാര്യത്തിന് സത്യം പറഞ്ഞാൽ ഒരു ഇൻഫ്ലുവൻസർ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഈ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഒരു കടമ, സമൂഹത്തിനുള്ള കടമ നിറവേറ്റുന്നു എന്നുള്ള കാര്യം. രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. രണ്ട് കാര്യങ്ങൾ വിശദവും വ്യക്തമായിട്ട് നോക്കാം. പറഞ്ഞു വരുന്നത് മറ്റാരുടെയും വിഷയമല്ല, നമ്മുടെ പ്രണവ് പ്രവീണിൻ്റെ കാര്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കിട്ടിയപ്പോൾ സമയത്ത് പ്രവീണിനെതിരെ ഒത്തിരി ആൾക്കാർ ഭയങ്കരമായിട്ട് പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടു, അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് റംദാൻ നോമ്പെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ വീഡിയോ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. അത് പ്രവീൺ തന്നെ പറയട്ടെ. പ്രവീണിന്റെ നാവിൽ നിന്ന് നമുക്ക് കേൾക്കാം എന്താ സംഭവം. സമയം കുറവാണ്, 5:14 ഇപ്പം നമ്മൾ ഇന്നിട്ട് പിച്ച് ലേറ്റ് ആയിപ്പോയി. ആദ്യം വിചാരിച്ച് 5:26 കഴിഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വിചാരിച്ചു. അതൊന്നും സുഖമായി പോയല്ലേ, അങ്ങനെയൊന്നും കഴിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയുള്ള ഒരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എൻ്റെ ബ്രദറൊക്കെ അവൻ്റെ ഒരു ഫ്രണ്ട് അത് കഴിച്ചതുണ്ട്. അതിനെന്തോ ഒരു പേര് പറയല്ലോ, ദൈവത്തിന് റംദാൻ മാസത്തിലെ ഈ ആദ്യത്തെ നോയമ്പ് ഞാൻ പിടിക്കുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് റമദാൻ മാസത്തില് നാളത്തെ നോമ്പില് ഞാൻ പിടിച്ചു വരുന്നു. അതായത് അവർ നോമ്പ് എടുക്കുന്നു. ആ നോമ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതേ സമയത്ത് സുബഹ് എന്നല്ലേ പേര്, ആ ഒരു സമയത്ത് എണീച്ചിട്ട് നോമ്പ് പരിപാടി നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ് തുടക്കത്തിൽ കാണിക്കുന്നത്. അതായത് അവർ നോമ്പെടുക്കുന്നു. ആ നോമ്പിൻ്റെ ഒരു കാര്യം അവരുടെ പ്രേക്ഷകരുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വിമർശനം എനിക്ക് പറയാനൊന്നുമില്ല. കാരണം അത് സ്വാഗതാർഹമാണ്. അതിനകത്ത് യാതൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാനാജാതി മതം ഇപ്പം പല സ്ഥലങ്ങളിൽ യാത്രയിലുണ്ട്, കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ. നിങ്ങൾ ഈ കണ്ണൂർ ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ തെയ്യവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മതം ഒന്നും നോക്കാതെ എല്ലാ ആൾക്കാരും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ ടെമ്പിളിൽ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും മതമൊന്നും നോക്കാതെ ആൾക്കാരവിടെ ഉണ്ട്. അതുപോലെ പല ഏരിയകളിലും നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു എല്ലാ ആൾക്കാരുടെ ആ ഒരു ബന്ധം നമ്മുടെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെടുന്നൊരു കാര്യം അതാണ്. മതങ്ങളുടെ വേലി ഇങ്ങനെ തീർക്കുന്ന സമയത്ത് ബന്ധങ്ങളുടെ വേലി തീർക്കുന്ന നല്ല മനുഷ്യർ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു കാര്യം ചെയ്യുന്നത് മാതൃകാപരമാണ്. അതിനെക്കാട്ടിലപ്പുറം എനിക്ക് ഇഷ്ടപ്പെട്ടത് നോമ്പിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഏതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പേര്
എടുത്തുനിന്ന ആളായിക്കോട്ടെ സാമൂഹിക പ്രതിബദ്ധതയും സമൂഹത്തിനോടുള്ള കടമയും അവരെ കാണുന്ന കുറേ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ അഥവാ അതിലൊരു രാഷ്ട്രീയമുണ്ട്. രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഈ CPM മറ്റേ കോൺഗ്രസ് BJP എല്ലാം രാഷ്ട്രീയം. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രാഷ്ട്രീയമാണ്. എല്ലാം നമ്മൾ സംസാരിക്കുന്നത് പോലും രാഷ്ട്രീയമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം കൂടെ സംസാരിച്ച് പോകണം. നമ്മുടെ ഓരോ ഒപ്പീനിയൻസ് നമ്മൾ പറഞ്ഞു പോകണം. നമ്മൾ ആൾക്കാരിലേക്ക് ഒരു പുതിയ എഡ്യൂക്കേഷൻ കൊടുക്കണം. അപ്പോൾ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണാം. പ്രശ്നം നമ്മൾ ഇവിടുന്ന് തൊട്ടടുത്ത ഒരു 10 കിലോമീറ്റർ ഇല്ല നമ്മളിവിടുന്ന് പഞ്ഞാറമൂട്. ഒരു സിനിമ സ്റ്റൈലല്ലേ? ഓ ഇത് ഇപ്പോഴത്തെ സിനിമയൊക്കെ എന്ത് സിനിമ ഇൻഫ്ലുവൻസ് ഉണ്ടോ? സിനിമയായിട്ട് കാണാൻ ബോധമില്ലാത്ത പൊട്ടന്മാരാ അങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തർ ഓരോ മെന്റാലിറ്റി അല്ലേ. ഇപ്പൊ സിനിമയായിട്ട് കാണാൻ ഇപ്പോൾ ഒരു സിനിമ മാർക്കോ ഇറങ്ങി, ആ മാർക്കോയിൽ എഴുതി വെച്ചിട്ടുണ്ട് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അത് കാണാവൂ. അതിനുള്ള കീഴിലുള്ളവർ കാണരുത്. അങ്ങനെ കീഴിലുള്ളവർ കാണാതെ ഇരിക്കും. ഇപ്പോൾ ഒരു സാമൂഹിക വിഷയമാണ് ഇപ്പം നമ്മുടെ പ്രവീൺ സംസാരിക്കുന്നത്. ഇവിടെ വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സംവിധായകൻ അതിൻ്റെ എന്താ പറയുക നിർമ്മാതാവ് ഇനി അങ്ങനെയുള്ളൊരു സിനിമ എടുക്കുന്നത് കാര്യം ചിന്തിക്കും. അഥവാ ഇനി അങ്ങനെയുള്ള സംഭവം മാർക്കോ പോലുള്ള സിനിമകൾ എടുക്കത്തില്ല. അങ്ങനെ എന്തോ ഒരു തരത്തിലേക്കുള്ളൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിഷയമാണ് പ്രവീൺ അദ്ദേഹത്തിൻ്റെ ചാനലിൽ കൂടെ അഡ്രസ്സ് ചെയ്ത് പോകുന്നത്. വേണമെങ്കിൽ പ്രവീൺ ഇത് സംസാരിക്കാതിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഫാമിലി വ്ളോഗല്ലേ, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയല്ലോ. ഒരു ഫാമിലി വൈബ് എന്നുള്ള ലെവലിനപ്പുറം സാമൂഹിക വിഷയങ്ങളും കൂടെ ഇതുപോലുള്ള ഫാമിലി വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ സോക്കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ ചാനലുകൾ മാത്രം ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് സാമൂഹികമായിട്ടുള്ളൊരു മാറ്റങ്ങളും ഇതിന് ഇന്ന സംഭവങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ഒരു സീഡ് പോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിലൂടെയും ചെറിയ മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും നല്ലൊരു കാര്യം. അങ്ങനെയൊക്കെ ഇനി ബോധമില്ലാതെ ചെയ്യുന്നതാണ്. ഇപ്പൊ തന്നെ ഒരു കൊച്ചിനെ കൊന്നില്ലേ കൂട്ടുകാരന്മാർ ചേർന്ന്. എത്ര കൊലയാന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല. ന്യൂസ് തുറന്ന യൂട്യൂബ് തുറന്ന ഇപ്പൊ ഒരു കൊച്ചു ചെറുക്കൻ 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനെ കൂട്ടുകാരന്മാർ ഒരു പ്ലാൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആരും സൗദിയിലെ ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞായിട്ട് ഞാൻ ഒരു ന്യൂസ് ഉണ്ട്. സൗദി അറേബ്യയിലാണെന്ന് തോന്നുന്നു. മയക്കുമരുന്ന് പിടിച്ച് 2 പേരെ പിടിച്ച്. അതൊരു ഇന്ത്യക്കാരനുണ്ട്. അവരെ കൊന്നല്ലോ. ഇപ്പോൾ ഷഹബാസിന്റെ കാര്യം ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇപ്പം ആലോചിക്കണം, വിദ്യാർത്ഥികൾ ചേർന്ന് ക്രൂരമായി ഒരു പയ്യനെ നഞ്ചക്ക് കൊണ്ട് തലക്കടിച്ച് കൊല്ലുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരിടത്താണെങ്കിൽ മദ്യത്തിൻ്റെ ലഹരിയിൽ ഒരു പുള്ളിക്കാരൻ സ്വന്തം വീടിൻ്റെ അകത്തുള്ള ആൾക്കാരെ മൊത്തം കൂട്ടക്കുരി നടത്തുന്നത്, ഈവൻ സ്വന്തം കൊച്ചു അനുജനെ പോലെ കൊല്ലുന്നു. അപ്പം ഇങ്ങനെ ഒരു സാമൂഹിക സാഹചര്യം നമുക്കിടയിലുണ്ട്. ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. മറ്റെവിടെയൊക്കെ നടക്കുന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും മാറ്റം വരണം. നമ്മുടെ വീടുകളിൽ തന്നെ മാറ്റം വരണം. ഇതുപോലുള്ള ഇപ്പം ഈ പ്രവീണിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടേക്കുന്ന 7,73,000-ലധികം ആൾക്കാർ ഒരു ദിവസം കൊണ്ട് കണ്ടു. റംദാൻ നോമ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട വീഡിയോയുടെ അകത്ത് അതിൻ്റെ ഉൾവശത്തിലേക്ക് ഏറ്റവും അവസാനത്തിലേക്ക് കടക്കുമ്പോൾ പുള്ളി സംസാരിക്കുന്ന ഈ ഒരു കാര്യം സാമൂഹിക പ്രതിബദ്ധത നിലനിർത്തുന്നതാണ്. എന്ത് കാരണത്താലും നിങ്ങൾക്ക് അയാളെ വിമർശിക്കാം. ഞാനും വിമർശിക്കേണ്ട സാഹചര്യം വന്ന് വിമർശിക്കും. ബട്ട് ഈ ഒരു കാര്യം അയാൾക്ക് ആ സാധനം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഈ ഒരു കാര്യം സമൂഹത്തിലോട് സംസാരിക്കുമ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സ് കണ്ടാൽ അറിയാം, ഒരുപാട് ആൾക്കാർ ആ ഒരു കാര്യം കണ്ടിട്ടും പ്രതികരിക്കുന്നുണ്ട്, അഥവാ അനുകൂലിച്ച് പ്രതികരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാമൂഹിക മാറ്റങ്ങൾ ആവശ്യമാണെന്ന് ഒരു ജനത ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഈ സാമൂഹിക വിപത്തുകളെ നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. നമ്മുടെ കുട്ടികളാണ് സാമൂഹിക ശത്രുക്കളായിട്ട് മാറാൻ സാധ്യതയുള്ളത്. നമ്മുടെ കുട്ടികളെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ബഹളങ്ങളും വഴക്കുകളും എല്ലാം നമ്മളെ കുട്ടികളെ കാട്ടി നമ്മൾ വളർത്തുന്ന സമയത്ത് ആ കുട്ടികളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മാനസിക വൈകല്യങ്ങൾ കുറേയധികം ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികൾ സമൂഹമായിട്ട് ബന്ധമില്ലാതെ അവർ കൺജസ്റ്റഡായിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് വളർത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന വേറെ കുറേയധികം ട്രോമ ഇഷ്യൂസ് ഉണ്ടാവും. ഇതെല്ലാം നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്കിന് ഇപ്പം ഈ പ്രവീണാണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും ഇതിനകത്ത് ഒരുപോലെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനത്തെ ഓരോ കഞ്ചാവിനെ കാട്ടി ഉപരിയുള്ള കാര്യങ്ങൾ പണ്ട് കഞ്ചാവായിരുന്നു. നിർത്തുമ്പോൾ എന്താ പറയുക, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും, മെന്റലി ദേഷ്യങ്ങൾ വരും എന്നൊക്കെ പറയണേ. പക്ഷെ നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒന്നും കേട്ടോ. മദ്യപിക്കുന്ന കൂട്ടുകാരുണ്ട്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന കൂട്ടുകാരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ പറയുന്നില്ല. ഈ കുടിക്കാതിരിക്കുന്നത് ഒരു കഴിവുകേടാണ്. അത് ആണുങ്ങളായി കഴിഞ്ഞ് കുടിക്കണം, അല്ലെങ്കിൽ വലിക്കാതിരിക്കുന്നത് കഴിവുകേടാണെന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരു സമയത്ത്. നമ്മൾ 10 കൂട്ടുകാർ. സത്യം പറഞ്ഞാൽ ഇപ്പൊ പ്രവീണ് പറഞ്ഞൊരു കാര്യം, മെജോറിറ്റി ഇന്ന് മദ്യത്തിലേക്കും മറ്റ് ലഹരിയിലേക്കും കടന്ന ബഹുഭൂരിപക്ഷം ആർക്കും ഈ ഒരു കഥ പറയാൻ കാണും. ഒരു കൂട്ടുകാരിരിക്കുന്ന സദസ്സിൽ ഒരാളോ ഒന്നിലധികം പേരോ ഇങ്ങനെ ഒരു മദ്യം അവർ കഴിക്കുന്ന കൂട്ടത്തിൽ കഴിച്ചിട്ടില്ലെങ്കിൽ അവർ പറയാം, നീ കാണാനോടാ, കഴിക്കടാ, എന്തോടാ കഴിക്കടാ, ഒന്നുമില്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഒരു പ്രാവശ്യം ഇങ്ങനെ അറിഞ്ഞിരിക്കണം. ഈ പറയുന്ന വ്യക്തി ആദ്യമായിട്ട് ഈ കൂട്ടുകാരുടെ സമ്മർദ്ദം എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ പോലും അയാളുടെ ചോയ്സാണ്, തിരഞ്ഞെടുക്കുന്നത് അയാൾ തന്നെയാണ്.
അയാൾ എടുത്തിട്ട് കുടിച്ചതിന് ശേഷം മറ്റു കൂട്ടുകാർ പറഞ്ഞു അന്ന് കഴിഞ്ഞ് പോയി. പക്ഷേ ഇയാൾക്ക് ഈ ഒരു ടേസ്റ്റ് മനസ്സിനകത്ത് കയറിയതിന് ശേഷം പുള്ളി എവിടെ നിന്നെങ്കിലും ഇത് കണ്ടെത്തി കുടിക്കാൻ തുടങ്ങും. പിന്നെ ആൽക്കഹോളിക്കായിട്ട് മാറും. അത് നിർത്താൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ആൽക്കഹോൾ എന്നുള്ള സാധനം ആയിക്കോട്ടെ, ലഹരി എന്നുള്ള സാധനം ആയിക്കോട്ടെ, ഞാൻ എന്നെ കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്നടിഞ്ഞ് തരിപ്പണമായ സാഹചര്യങ്ങളിൽ ഇപ്പോൾ എൻ്റെ പാസ്റ്റിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ ഇപ്പം എനിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റും, യാതൊരു ലഹരിയും എൻ്റെ ശരീരത്തിൽ നിന്നില്ല. യാതൊരു തരത്തിൽ ലഹരിയും ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് ലഹരിയെ മാത്രമാണ്. മദ്യത്തിനായിക്കോട്ടെ, ഞാൻ സത്യം പറഞ്ഞ മറ്റൊരു സംഭവങ്ങൾ എനിക്കിതുവരെ അറിയത്തില്ല. എന്തായിരുന്നാലും ഞാനിത് പറയുന്നത് എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ ഇന്ന് ഞാൻ ഇരിക്കുന്നത് പച്ചക്കെന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ്. കുറേ വർഷമായി. കാരണം ജീവിതത്തിൻ്റെ ഇനി അങ്ങോട്ടൊരു ജീവിതമില്ല, എല്ലാം നശിച്ചു, ഇനി ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം തീർക്കുക, ഇതെല്ലാം എൻ്റെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്ന് മൊത്തത്തിൽ നശിച്ചു പോയി എന്ന് തോന്നൽ വന്ന സമയത്താണ് ഞാൻ ഈ സാധനം ഒഴിവാക്കുന്നത്. ആ ഒഴിവാക്കിയതിന് ശേഷം എന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അഭിമുഖീകരിച്ചു. എങ്കിലും ഞാൻ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഒരൊറ്റ ദൃഢനിശ്ചയത്തിൻ്റെ പുറത്ത് ഒരിടത്തും ആരെയും ഒരു ഡോക്ടറിനെ ഒന്നും കാണാതെ സ്വന്തം മനസ്സുകൊണ്ട് അത് ഒഴിവാക്കി. ഇന്ന് ഞാൻ അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മദ്യം എന്നുള്ളൊരു സാധനത്തിന് എൻ്റെ ലൈഫിൽ നിന്ന് പൂർണ്ണമായിട്ട് എന്ന് തുടച്ചു നീക്കിയോ അന്ന് മുതൽ എൻ്റെ ജീവിതം മാറി. എൻ്റെ ജീവിതത്തിന് മൊത്തത്തിൽ മാറി. അന്ന് എൻ്റെ കുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ എൻ്റെ സമൂഹത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഞാനിവിടെ ആവശ്യമാണ് എന്നുള്ളൊരു ബോധം പോലും എനിക്ക് വന്നത് ഈ ഒരു സാധനം എൻ്റെ തലയിൽ നിന്ന് പോയപ്പോഴാണ്. മറ്റതെല്ലാം ഈ ഒരു ഇത് കഴിക്കുന്ന സമയത്തുണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു ഓടി രക്ഷപ്പെടലാണ്, ഒരു എവിടെയോ പോയി ഒളിച്ചിരിക്കലാണ്. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ നിലനിൽക്കും. പക്ഷെ നമ്മളിത് കഴിക്കുമ്പോൾ നമ്മൾ ഈ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് എവിടെയോ ഓടി രക്ഷപ്പെടുകയാണ്. നമ്മൾ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. പക്ഷേ അതില്ലാതായ സമയത്ത് നമ്മളിതെല്ലാം അഭിമുഖീകരിക്കുന്നു, പ്രശ്നങ്ങൾ നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നു. നമ്മൾ ശരിക്കും നോർമൽ മൈൻഡ് സെറ്റിലല്ലാതെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ബോധം വന്നതും ഇങ്ങനെയാണ്. ഞാനിത് പറയുന്നത് എൻ്റെ സ്വന്തം അനുഭവം കേട്ടോ. ഇതിനകത്ത് വേറൊരു വെള്ളം ചേർക്കലൊന്നുമില്ല. എന്നെ അറിയുന്ന എൻ്റെ നാട്ടുകാർക്ക് പോലും ഇത് കേട്ടാൽ മനസ്സിലാവും. ഓക്കെ, അതങ്ങനെ സാഹചര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള അത് കടന്നുപോയവർക്കേ അത് മനസ്സിലാവുള്ളൂ. അതായത് ദൈവം അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. അപ്പം അവനൊരു കഴിവ് കേട്ടവൻ, അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ളത് കുടിക്കാൻ, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ചിലപ്പോൾ കുടിക്കാൻ ആഗ്രഹം ഇല്ലെങ്കിൽ പോലും എന്നാ കേൾക്കുമ്പോൾ അവന്റെ മുമ്പിൽ നാളാവാം എന്ന് വിചാരിച്ച് കുടിക്കുന്നവരുണ്ട്. മനസ്സിലല്ലേ? അങ്ങനെ പിന്നെ ശീലമുണ്ട്. പക്ഷെ വേണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വേണ്ട, അതിനോട് താല്പര്യമില്ല. 100% ലിറ്ററസി എന്ന് പറഞ്ഞൊരു പഞ്ചാബുകാരെ ഇറക്കി വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊണ്ട് നമ്മുടെ കേരളത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഒരു ഇല്ലാത്ത ആൾക്കാരാണെന്ന് വേറൊരു പഞ്ചാബിലുള്ള ഒരു സിംഗൻ ഒരുത്തം പറഞ്ഞപ്പോൾ നമുക്ക് കൊണ്ടു. അപ്പം പക്ഷെ എന്തുകൊണ്ട് നമ്മൾ കൊല്ലംകാരെ പറയും, ഞാൻ കൊല്ലംകാരാണ്, നമ്മൾ അല്ലെങ്കിൽ കണ്ണൂർക്കാരെ പറയും, കോഴിക്കോട്ടുകാരെ പറയും, നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല പല ജില്ലക്കാരെ പറ്റി കുറ്റം പറയും. തന്നെ കൊല്ലംകാരെ അടി നടന്നു, അവൻ കൊല്ലംകാരനെ, പപ്പടത്തിന് അടി നടന്നു, അവൻ കൊല്ലംകാരൻ, ലേസിന് അടി നടന്നു, അവൻ കൊല്ലംകാരാണ്. കൊല്ലത്തുള്ളവർ നല്ല അടിപൊളി ആൾക്കാരാണ്. ഒന്നോ രണ്ടോ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നു പറഞ്ഞ് കൊല്ലത്തിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെ നടന്നു. ഈ ഒരു നാടിനെ ജനറലൈസ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. ഒരു നാട്ടിനകത്തുള്ള കുറേ അധികം ആൾക്കാർ, കുറച്ച് പേരെങ്കിലും കുറച്ച് പ്രശ്നക്കാരാണെങ്കിൽ ആ നാടിന് മൊത്തം ഒരു പേര് വരും. ഇന്ന നാട്ടിലുള്ള ആൾക്കാർക്ക് സാംസ്കാരികമായിട്ട് വളരെ ഉയർന്നവരാണ്, ഇന്ന നാട്ടിലുള്ള ആൾക്കാരെല്ലാം സാംസ്കാരികമായിട്ട് അധപ്പതിച്ചവരാണ് എന്നുള്ളതൊന്നും പറയാൻ പറ്റത്തില്ല. ഈ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നോക്കിക്കഴിഞ്ഞാൽ സാമൂഹിക പരിഷ്കർത്താക്കൾ ഉണ്ടായ നാടുകളാണ് എല്ലാ ജില്ലകളും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജില്ലകളെയും നമുക്ക് എടുത്തു കളയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എല്ലാ ജില്ലകളുടെ അകത്തും ഇതുപോലുള്ള കളകൾ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അവിടെ നല്ല വൻമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു നാടിനെയും ഇന്നൊരു കാരണം കൊണ്ട് മോശമാണെന്നും ഇന്നൊരു കാരണം കൊണ്ട് ഏറ്റവും നല്ലതാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലായിടത്തും നല്ലതും ചീത്തയും ഉണ്ട്. അതിന് നമ്മൾ തന്നെയാണ് ചേരി തിരിഞ്ഞ് കുറ്റം പറയും. എന്ത് കാര്യം കണ്ടിട്ടാലും നമ്മൾ അങ്ങനെ പറയും. ട്രോൾ ചെയ്യുന്നത് ചില നാടുകൾ ട്രോൾ ചെയ്യും. അതിനൊക്കെ ഇപ്പം പിന്നെ കണ്ണൂർ പറഞ്ഞ ഉടനെ വെട്ട് കുത്ത് ബോംബെറിയിൽ അങ്ങനെയൊന്നുമല്ല. കണ്ണൂർ നല്ല അടിപൊളി ആൾക്കാർ. കോഴിക്കോട് എന്ന് പറയുമ്പോൾ വേറെ രീതിയിലുള്ള ആൾക്കാർ, ഏറ്റവും നല്ല ആൾക്കാർ കോഴിക്കോട്. ഞാൻ അവിടെ പോയിട്ടുള്ള അവിടെ ഏറ്റവും ആഹാരം കൊടുക്കാൻ സ്നേഹമുള്ളവരും ഏറ്റവും നല്ല അടിപൊളി മനുഷ്യരോട് താമസിക്കുന്ന സ്ഥലം കോഴിക്കോട്. എന്തിനാ അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കോഴിക്കോട് ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട് അന്തം വിട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കോഴിക്കോട്ടുകാരുടെ എന്താ പറയുക, അതിഥി സൽക്കാരമാണ്. നമ്മൾ അവരുടെ മുമ്പിലേക്ക് അതിഥിയായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ അവർ നമ്മളെ ഇങ്ങനെ എന്താ പറയുക, കുളിപ്പിച്ച് വിടുമെന്ന് പറയുന്നില്ലേ, സ്നേഹം കൊണ്ട് കുളിപ്പിക്കും. ആ നാട്ടുകാരാണ്. അതുപോലെ തന്നെ കണ്ണൂരുകാർ, ഇങ്ങനെ കുറേ അധികം കാര്യം. അപ്പം ഇതിപ്പം ഈ ഒരു കാര്യം ഇപ്പം പ്രവീണ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ വസ്തുതയായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മുടെ ഒരു നാടിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇന്ന ചില ആൾക്കാരുടെ പേരിലോ ഒന്നും നമ്മൾ ആ നാടിനെ മൊത്തത്തിൽ കുറ്റം പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. മൊത്തത്തിൽ ഞാനിപ്പോൾ ഒരു മാർക്കോയുടെ നിർമ്മാതാവ് മനം മാറ്റി, മാർക്കോ പോലുള്ള സിനിമകൾ ഇനി ചെയ്യില്ല, നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് കണ്ടോ, പുള്ളി പറഞ്ഞേക്കുവാ.
നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് പറഞ്ഞ മാർക്കോ പോലുള്ള സിനിമകൾ ഇനി ചെയ്യത്തില്ല. നേരത്തെ പറഞ്ഞതിൻ്റെ താഴെ തന്നെ കിടക്കുക. സോ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം പ്രവീണിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എതിർക്കാം. ഓ ഇവൻ കാണിക്കുന്ന പക്കാ ഷോ ഓഫ് ആണ്, മറ്റാണ് മറിച്ചാണ്, ഇവ ഇത്രയും കാലം എടുക്കാതെ ഇപ്പം ചെയ്തില്ലേ. എല്ലാത്തിനും ഒരു തുടക്കമായിക്കോട്ടെ. അയാൾ എന്താണ് ഈ നമ്മുടെ ബോഡിയിൽ വരുന്ന ഫാറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് ജിമ്മിലും മറ്റിടത്തും മറിച്ചിടത്തും ഒക്കെ പോയി കിടന്ന് കഷ്ടപ്പെടുന്നു. അതിനെക്കാട്ടിലും നമ്മൾ തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ലൈഫിനകത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഹെൽത്തിനെ നന്നായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുള്ളിക്കാരൻ ആ ഒരു കാര്യം ചെയ്യുന്നത് നല്ലതാണ്. അത് അങ്ങനെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം പുള്ളിക്കാരൻ ഇപ്പം സാമൂഹികപരമായിട്ടുള്ള കുറേ അധികം വിഷയങ്ങൾ ഇരുന്ന് സംസാരിച്ചു. സ്വാഭാവികമായിട്ടാണെങ്കിലും അത് ഒരു നല്ല കാര്യമാണ്. ആരും നല്ലത് ചെയ്യട്ടെ. ഇന്നലകളിൽ ഒരാൾക്ക് മോശം കാര്യങ്ങൾ അയാളുടെ സൈഡിൽ ഉണ്ടായെങ്കിൽ പോലും ഇന്ന് അയാളൊരു മാറ്റത്തിന് തയ്യാറായാൽ നമ്മളത് കൈയടിക്കണം. അതുപോലെ തന്നെ പ്രവീണിൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ ഇന്ന് ഉണ്ടായ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ അയാൾക്ക് ഒഴിവാക്കാം. കണ്ടന്റ് എന്നുള്ളതിനുപരി അയാൾക്ക് ഏറ്റവും നല്ല കുറച്ചുകൂടി റീച്ച് കിട്ടുന്നത് ഈ ഒരു കാര്യം സംസാരിക്കാതിരുന്നാലാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം സംസാരിക്കുമ്പോൾ കോൺട്രവേഴ്സി വരും. പ്രവീണെന്തോ ഒറ്റ ഇങ്ങനെ പറഞ്ഞെന്താ എന്ന് വരും. മറിച്ച് ഇത് പുള്ളി പറയാൻ തയ്യാറായി. അത് നമ്മുടെ അയാളെ കാണുന്ന കുറേ അധികം അയാളെ ചാനൽ മാത്രം ഫോളോ ചെയ്യുന്ന കുറേ ആൾക്കാരില്ലെങ്കിൽ കുറച്ചധികം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്നിരിക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. സോ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾ ആരെങ്കിലും നോമ്പ് പിടിക്കുന്നവരുണ്ടോ? ഈ സമയങ്ങളിൽ നോമ്പ് പിടിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ നോമ്പ് അനുഭവങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താണ് ഇപ്പം പ്രവീണിൻ്റെ ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ആത്മാർത്ഥമായിട്ട് എഴുതുക. സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ആ ഒരു കാര്യങ്ങളെ നല്ലൊരു ദിശാബോധം സമൂഹത്തിന് കൊടുക്കേണ്ടത് ആവശ്യമല്ലേ? അതിനെക്കുറിച്ച് താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെട്ട അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ.